ഹലോ ഗേസ്, ഈ സ്പോർട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഇൻഫോ എന്ന് പറയുന്നത് പോക്കിമോൻ യുണൈറ്റ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് സീരീസിൻ്റെ ഇന്ത്യ ക്വാളിഫയേഴ്സ് ഇന്നലെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. ഒരു അൺബിലീവബിൾ മാച്ചുകളാണ് നമുക്ക് ഇന്നലെ അതിൽ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പർ ബ്രാക്കറ്റും ലോവർ ബ്രാക്കറ്റും എന്നുള്ള രീതിയിലായിരുന്നു മത്സരങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പർ ബ്രാക്കറ്റിൽ RNTX എല്ലാ മാച്ചുകളും വിജയിച്ചുകൊണ്ട് ഗ്രാൻഡ് ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആയി. പക്ഷേ SA2 ട്രൂ റിപ്പേഴ്സിനോട് അപ്പർ ബ്രാക്കറ്റ് മത്സരം തോറ്റുകൊണ്ട് ലോവർ ബ്രാക്കറ്റിലേക്ക് വരികയും ലോവർ ബ്രാക്കറ്റിൽ ഓട്ടോബോട്സിനെയും ട്രൂ റിപ്പേഴ്സിനെയും QMLനെയും ഒക്കെ തീർത്തുകൊണ്ട് SA2 വീണ്ടും അവർ ഗ്രാൻഡ് ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആയി. ഗ്രാൻഡ് ഫൈനൽസിന്റെ ആ ഒരു ഇതിൽ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. അതായത് RNTX അപ്പർ ബ്രാക്കറ്റിൽ ഒരു മാച്ച് പോലും തോൽക്കാതെ വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് RNTX ഒരു ഗ്രാൻഡ് ഫൈനൽസിൽ ബെസ്റ്റ് ഓഫ് 3 തോൽക്കുകയാണെങ്കിൽ വീണ്ടും റീസെറ്റ് ചെയ്തുകൊണ്ട് വീണ്ടും ഒരു ബെസ്റ്റ് ഓഫ് 3 കൂടിയും ഉണ്ടാകും. അതായത് SA2 ഫസ്റ്റ് സെറ്റിൽ ബെസ്റ്റ് ഓഫ് 3 ജയിക്കുകയാണെങ്കിൽ റീസെറ്റ് ചെയ്തുകൊണ്ട് വീണ്ടും ബെസ്റ്റ് ഓഫ് 3 കളിക്കും. ആരാണോ ചാമ്പ്യന്മാരാകുന്നത് അവർക്ക് ഈ ഒരു ഇന്ത്യ ക്വാളിഫയേഴ്സ് ചാമ്പ്യൻ പട്ടം സ്വന്തമാക്കാൻ പറ്റുമായിരുന്നു. ആദ്യത്തെ ബെസ്റ്റ് ഓഫ് 3 നമ്മൾ SA2 ജയിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. RNTXനെ 2-0 തോൽപ്പിച്ചുകൊണ്ട് SA2 ജയിച്ചു. SA2 ജയിച്ചതുകൊണ്ട് തന്നെ ലോവർ ബ്രാക്കറ്റിൽ നിന്നാണ് SA2 വന്നതുകൊണ്ട് ആ ഒരു റീസെറ്റ് ചെയ്തു. വീണ്ടും ബെസ്റ്റ് ഓഫ് 3 മാച്ചുകൾ കളിച്ചു. അവിടെയും 2-1 RNTXനെ തോൽപ്പിച്ചുകൊണ്ട് SA2 ഈ ഒരു ഇന്ത്യ ക്വാളിഫയേഴ്സിന് ചാമ്പ്യന്മാരായി 12 ലക്ഷം രൂപയാണ് അവർ സ്വന്തമാക്കിയുള്ള. സെക്കൻഡ് എത്തി RNTXന് 6 ലക്ഷം രൂപയും സ്വന്തമാക്കാനായിട്ട് സാധിച്ചു. ആൻഡ് SA2 ഇന്ത്യയിൽ നിന്നും ഈ ഒരു വേൾഡ് ചാമ്പ്യൻഷിപ്പിലേക്ക് ക്വാളിഫൈ ആയിരിക്കുകയാണ്. USA വെച്ചിട്ട് ഓഗസ്റ്റിലാണ് ഇത് നടക്കാൻ പോകുന്നത്. ഇന്ത്യ റെപ്രസെൻറ്റേറ്റ് ചെയ്തു ഇനി SA2 ആയിരിക്കും ഈ ഒരു ഇവന്റിൽ കളിക്കാൻ പോകുന്നത്. എൻ്റെ അടുത്ത ഇൻഫോ നമ്മളെ BGS 2025 സെമി ഫൈനൽസ് മൊത്തത്തിൽ ഇന്നലെ അവസാനിച്ചിരിക്കുകയാണ്. ഇന്നലെ സെമി ഫൈനൽസിൽ നമുക്ക് ഒരുപാട് അടിപൊളി മാച്ചുകളാണ് കാണാനായിട്ട് സാധിച്ചത്. നമുക്ക് മാച്ച് വൈസ് ഡീറ്റെയിൽസിലേക്ക് നോക്കുകയാണെങ്കിൽ മാച്ച് 1 തന്നെ നമുക്ക് ഒഫീഷ്യൽ ചാമ്പ്യന്മാരായുള്ള RNTXന്റെ ആ ഒരു കംബാക്ക് പെർഫോമൻസ് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. 8 ഫിനിഷസോട് കൂടിയുള്ള ചിക്കനിനാണ് RNTX സ്വന്തമാക്കി. ലാസ്റ്റ് മെഡലി സ്പോർട്സിനൊക്കെ തീർത്തുകൊണ്ടായിരുന്നു RNTXന്റെ ആ ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നത്. മാച്ച് 2 നമ്മുടെ മാക്കിൻ്റെ ടീമായുള്ള ജെനിസസ് സ്പോർട്സിൻ്റെ മച്ച് നീഡഡ് പെർഫോമൻസ് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. കുറച്ച് ഡൗൺ ആയിട്ടായിരുന്നു ഡേ 3 ടീം നിന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു മാച്ച് 2 15 ഫിനിഷസോട് കൂടിയുള്ള ചിക്കനിനാണ് ജെനിസസിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. സാം ടീമിന് വേണ്ടി നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. ഇതിലും 7 ഫിനിഷസ് സ്വന്തമാക്കിയാൻ മാക്ക് 3 ഫിനിഷസും സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. മാച്ച് 3 നോണെക്സിനും മച്ച് നീഡഡ് പെർഫോമൻസ് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ഡേ 3 കുറച്ച് ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു മാച്ച് 3 ആ ഒരു ചിക്കൻ ഡിന്നർ പെർഫോമൻസോട് കൂടിയിട്ട് കുറച്ച് മുകളിലേക്ക് ടീമിന് എത്താനായിട്ട് സാധിച്ചു. 8 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നറാണ് മാച്ച് 3 ടീം സ്വന്തമാക്കി. ലാസ്റ്റ് 4 ഓവറിനൊക്കെ തീർത്തുകൊണ്ടാണ് ആ ഒരു ചിക്കൻ ഡിന്നർ നോണെക്സ് സ്വന്തമാക്കിയത്. മാച്ച് 4 നോണെക്സിൻ്റെ ആ ഒരു ബാക്ക് ടു ബാക്ക് ചിക്കൻ ഡിന്നർ പെർഫോമൻസ് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ഇത്തവണ ലാസ്റ്റ് മെഡലി സ്പോർട്സിനൊക്കെ തീർത്തുകൊണ്ടായിരുന്നു നോണെക്സിൻ്റെ 10 ഫിനിഷസോട് കൂടിയുള്ള ചിക്കനിന് റോമൻ സോളോ 5 ഫിനിഷർ ടീമിന് വേണ്ടിയിട്ട് സ്വന്തമാക്കി. ഈ ഒരു പെർഫോമൻസോട് കൂടിയിട്ട് തന്നെ അവർ ലാൻഡ് ഫൈനൽസിലേക്കുള്ള ക്വാളിഫിക്കേഷനും അവർ ഉറപ്പ് വരുത്തിയിരിക്കുകയാണ്. മാച്ച് 5 ഒറാങ്കുട്ടാൻ്റെയും ആ ഒരു ഇമ്പോർട്ടൻറ്റ് പെർഫോമൻസ് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ലാസ്റ്റ് TWBയും ഇൻഫോറിനെയൊക്കെ തീർത്തുകൊണ്ട് 7 ഫിനിഷസോട് കൂടിയുള്ള ചിക്കനിനാണ് സ്വന്തമാക്കി. അതിൽ AQPയുടെ വക 5 ഫിനിഷസും നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ലാസ്റ്റ് മാച്ചിൽ സോളിന് ഇമ്പോർട്ടൻറ്റ് മാച്ചായിരുന്നു. അത്യാവശ്യം പോയിന്റുകൾ ഉണ്ടെങ്കിൽ മാത്രമേ സോളിന് ക്വാളിഫൈ ആകാൻ പറ്റുള്ളൂ എന്ന രീതിയിലായിരുന്നു മാച്ചുകൾ ഉണ്ടായിരുന്നത്. കാരണം ആദ്യത്തെ 3 മാച്ചിലും സോളിന് പെർഫോമൻസ് ഒന്നും കാഴ്ചവെക്കാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ട് ലാസ്റ്റ് മാച്ച് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അവർ നല്ല രീതിയിൽ സോള് ഹോൾഡ് ചെയ്ത് കളിക്കുകയും ലാസ്റ്റിലേക്ക് മാത്രമാണ് ആ ഒരു ഫൈറ്റ് എടുക്കാനായിട്ട് ശ്രമിച്ചത്. ഫൈനൽ ഫൈറ്റിൽ വസിഷ്ഠ സ്പോർട്സിനെ തീർത്തുകൊണ്ട് സോള് 7 ഫിനിഷസോട് കൂടിയുള്ള 17 പോയിന്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് സോള് സ്വന്തമാക്കിയത്. ഒറാങ്കുട്ടാനും മഷ്നിയുടെ പെർഫോമൻസ് ആയിരുന്നു. അവിടെ അവർ 15 പോയിന്റോളം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു സെമി ഫൈനൽസ് മൊത്തത്തിൽ അവസാനിച്ച മെഡലി സ്പോർട്സ് തന്നെയാണ് ആ ഒരു ഡോമിനേറ്റിംഗ് പെർഫോമൻസോട് കൂടിയിട്ട് ആ ഒരു പോയിന്റ് ടേബിളിൽ ടോപ്പ് നിൽക്കുന്ന 187 പോയിൻ്റായിട്ട്. നോണെക്സിൻ്റെ അടിപൊളി പെർഫോമൻസ് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. 7ാം സ്ഥാനത്ത് നിന്ന് 2ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. 127 പോയിൻ്റ് 60ഓളം പോയിന്റ് ഡിഫറൻസ് ആണ് ആഷ് 1ഉം ആഷ് 2ഉം തമ്മിൽ ഉള്ളത്. OGയുടെയും ഒരു കംബാക്ക് പെർഫോമൻസ് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ലാസ്റ്റ് 2 മാച്ചിൽ അവർ നല്ല രീതിയിൽ കളിച്ചുകൊണ്ട് തന്നെ 11ാം സ്ഥാനത്ത് നിന്ന് 3ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. 121 പോയിൻ്റായിട്ട്. അണ്ടർഡോഗ് ടീമായുള്ള 4 ഓവർ 4ാം സ്ഥാനത്ത് എത്തി 116 പോയിൻ്റ്. ജെനിസസ് സ്പോർട്സ് ഡേ 3 കുറച്ച് ഡൗൺ ആയിരുന്നു. പക്ഷേ ഇന്നലെ നല്ലൊരു കംബാക്ക് അവർ കാഴ്ചവെച്ചുകൊണ്ട് 107 പോയിൻ്റ് 5ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത സോള് ആ ഒരു ലാസ്റ്റ് മാച്ചിൽ ആ ഒരു ചിക്കനിൻ്റെ പെർഫോമൻസ് ഇല്ലായിരുന്നെങ്കിൽ സോള്
ആ ഒരു ലാൻഡ് ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആവാതെ പുറത്തായി പോയതിനെ എന്തായാലും ആ ലാസ്റ്റ് മാച്ചിൽ ചിക്കണിനോട് കൂടി 104 പോയിന്റുമായിട്ട് സോളും ക്വാളിഫൈ ആയിരിക്കുകയാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും സോളും ഗോഡലും ഒരു ഒഫീഷ്യൽ ലാൻ ഇവൻറ്റ് കളിക്കാൻ പോകുന്നത്. എന്തായാലും ഇൻട്രസ്റ്റിംഗ് വൈബുകളായിരിക്കും നമുക്ക് ലാൻ ഇവൻറ്റിൽ കാണാനായിട്ട് സാധിക്കുക. എൻ്റെ 7ാം സ്ഥാനത്ത് അടുത്തൊരു അണ്ടർഡോഗ് ടീമായുള്ള ഹേഡീസ് ക്വാളിഫൈ ആണ്. 8ാം സ്ഥാനത്ത് അടുത്തൊരു അണ്ടർഡോഗ് ടീമായുള്ള ബോട്ട് ആർമിയും ക്വാളിഫൈ ആയിരിക്കുകയാണ്. അങ്ങനെ 8 ടീമുകളാണ് ലാൻ ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആയിട്ടുള്ള ഏപ്രിൽ 25 മുതൽ 27 വരെ കൊൽക്കത്തയിൽ വെച്ചിട്ടാണ് ഈ ഒരു ലാൻ ഇവൻറ്റ് നടക്കാൻ പോകുന്നത്. ഇനി ടോപ്പ് ടീമുകൾ നോക്കുകയാണെങ്കിൽ നമ്മളെ ഫീനിക്സ് സ്പോർട്സ്, വസിഷ്ഠ, 8-bit, തമിഴാസ് തുടങ്ങിയ ടീമുകൾക്കൊന്നും ക്വാളിഫൈ ആവാനായിട്ട് സാധിച്ചില്ല. നമ്മളെ ലിഖിത സ്പോർട്സ് ഉറപ്പായും ക്വാളിഫൈ ആവുമെന്ന് പ്രതീക്ഷിച്ച ആ ഒരു ലൈനപ്പായിരുന്നു. വെറും 8 പോയിൻ്റാണ് ഇമ്പോർട്ടൻറ്റ് മാച്ചായിട്ടുള്ള ഇന്നലെ അവർ സ്വന്തമാക്കിയത്. 4 മാച്ചിൽ വെറും 8 പോയിൻ്റ്. അങ്ങനെ 15ാം സ്ഥാനത്ത് അവരും ഫിനിഷ് ചെയ്തതിൻ്റെ ഒഫീഷ്യൽ ചാമ്പ്യന്മാർ ആർഎൻടിക്സ് 16ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. അവർക്ക് ഇത്തവണത്തെ ആ ഒരു ലാൻഡ് ഫൈനൽസ് മിസ്സായിരിക്കുകയാണ്. ഈ റവനൻ്റുമായിട്ട് കൊളാബ് ചെയ്തതിന് ശേഷം ടീമിൻ്റെ ഭാഗത്തുനിന്ന് വലിയൊരു പെർഫോമൻസ്, അല്ലെങ്കിൽ ഈ ഒരു ഇയറിൽ ഭയങ്കര ഒരു ഡൗൺഫാൾ തന്നെയാണ് നമുക്ക് ആർഎൻടിക്സിൻ്റെ ഭാഗത്തുനിന്ന് കാണാനായിട്ട് സാധിച്ചു. ഇനി ലൈനപ്പിൽ മാറ്റങ്ങൾ വരുമോ എന്നൊക്കെ നമുക്ക് എന്തായാലും കണ്ടു തന്നെ അറിയാം. അപ്പോൾ എന്താ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, നിങ്ങൾ എപ്പോൾ കമൻറ്റ് രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോസ് ബൈ ഗൈസ്.